കഴുത്തിൽ പിടിച്ച് നോർമലി ഉള്ള പിടിയല്ലായിരുന്നു, വന്ന് ഈ വിരൽ വെച്ച് അങ്ങ് ലോക്ക് ചെയ്ത്. 21 വയസ്സായ കൊച്ചിനെയാണ് കൊണ്ടുപോയത്. സ്വാഭാവികമായിട്ട് ഒരമ്മ അങ്ങനെ പ്രതികരിക്കും. പക്ഷെ അന്ന് ആ ഓഡിയോ കറക്റ്റ് പാറുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഇത്രയും ഗംഭീരമായ ഒരു എപ്പിസോഡ് അട്ടർ ഫ്ലോപ്പായി പോകും. രേത്തേട്ടനോ ചേച്ചിക്കോ അടുക്കാൻ പറ്റുന്നില്ല, അടിക്കും. എന്നെ കല്ലോട് ഞാൻ ഓടിക്കളഞ്ഞു. കാരണം നമുക്ക് അടിയിൽ നിന്ന് വാങ്ങാം. ഒരു കരിങ്കല്ല് കയ്യിലെടുത്ത് ഞാൻ ഒരു വീട്ടിൽ സാരി കൂടെ ഓടിക്കളഞ്ഞു. അടി കിട്ടാതെ മാക്സിമം നോക്കും, പക്ഷെ കിട്ടിയിട്ടുള്ള എപ്പിസോഡുകൾ ഗംഭീര എപ്പിസോഡുകളാണ്. അതായത് എന്നെ കൊല്ലുമായിരുന്നു. ദൈവമേ എന്ന് വിളിക്കുന്നതോടൊപ്പം വീട്ടുകാർ എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്നും മോനെ കാണണമെന്നും ഒക്കെ നമ്മുടെ കുടുംബത്തെ ഭാര്യയെ കാണണമെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും ഒരു അടാറ് ടീമാണ് എന്നോടൊപ്പം. കൗമുദി ടിവിയുടെ ഓമോയോട് കണ്ടവരൊക്കെ ആർക്കും ഈ മുഖങ്ങൾ ആരും മറക്കുന്ന ആളുകളല്ല. എന്നാൽ ഓരോ മുഖവും നമുക്ക് ഡെയിലി വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രത്യേകിച്ച് ഒരു ഇൻട്രോയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ബോറായിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തുടങ്ങിയത്. അങ്ങനെയാണ് സാബുച്ചേട്ടൻ, വിനീത, പാർവതി, രജിത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആദ്യമായി ഇങ്ങനെ ഒരു ചേട്ടൻ സൂര്യ ടി വിയിൽ തരികണ മുതൽ ചേട്ടൻ എങ്ങനെയായിരുന്നു ആദ്യം ഈ ഒരു പ്രാങ്ക് ഷോയിലേക്ക് വരണം എന്ന് തോന്നുന്നു? അത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, നമ്മളെ പ്രദീപ് സാറിൻ്റെ ഒക്കെ കമ്പനിയാണ് പ്രതീഷ് ശേഖർ എന്ന് പറയും. പ്രതീഷ് ശേഖർ അതായത് PRO, ഇപ്പോൾ സിനിമയ്ക്ക് PRO ചെയ്യുന്നവർക്കാണ്. അപ്പം ഞാൻ ഈ ഏഷ്യാനെറ്റിൻ്റെ ആരോഗ്യശ്രീമാനിട്ട് ആദ്യകാലത പ്രോഗ്രാം, ദൂരദർശൻ്റെ പരിപാടി ഒക്കെ ചെയ്തിട്ട് DD മെഗാ ഷോ ഇതൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് പ്രാങ്ക് ഷോ ഞാൻ കാണും. അപ്പോൾ പ്രാങ്ക് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഈ കേബിളുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അറിയാമല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ പ്രതീഷ് ശേഖരൻ എടുത്ത് പറഞ്ഞ് തവിച്ചിട്ട് നമുക്കൊന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ, പ്രതീഷ്, പിന്നെ സുരാജിൻ്റെ അനിയനുണ്ട് മരിച്ചുപോയി അരുൺ എന്ന് പറഞ്ഞു, അരുൺ, പിന്നെ ഓച്ചിറ സജി എന്ന് പറയും, 4 പേര്. ഈ 4 പേരും കൂടെ ചെന്ന് അവിടെ ജോയിൻ ചെയ്യാൻ അന്ന് ജസ്റ്റ് ഒരു എപ്പിസോഡ് മാത്രം ചെയ്യാനായിട്ട്. അന്ന് അപ്പോൾ അവിടെ സാബു മോൻ മാറിയിട്ട് അബു ഹുസൈനും ഗിരീഷും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചെയ്തിട്ട് വന്നു. അത് ക്ലിക്കായി. ഭസ്മ എറിയുന്നൊരു നമ്മൾ ഈ കടയിൽ നിറയിൽ ചെന്നിട്ട് ഭസ്മ എറിയുന്ന സ്വാമിയും ഇതൊക്കെ ആയിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ ആഴ്ച തന്നെ അന്ന് ഡയറക്ടർ സർഗോ ആയിരുന്നു, ഇന്നത്തെ അരിയ സ്റ്റാർ സിംഗർ ഡയറക്ടർ, ബിഗ് ബോസിൻ്റെ ഡയറക്ടർ, അറിയാമല്ലോ. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സാബു അടുത്ത ആഴ്ച മുതൽ സ്ഥിരമായിട്ട് ചെയ്തു. അപ്പം എന്നെ കൊണ്ടുപോയത് പ്രതീക്ഷ ആയതുകൊണ്ട് പ്രതീക്ഷിനോട് ചോദിക്കാതെ ഒരു വാക്ക് ചോദിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. പ്രതീക്ഷിനോട് ചോദിച്ചും പ്രതീക്ഷ പറഞ്ഞ് അണ്ണൻ പൊക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് നല്ല മനസ്സോടെ ആയിരിക്കണം പറഞ്ഞത്. എനിക്ക് അവിടെ ഞാൻ വിളിച്ച സമയത്തും ഇവിടെ ഇതിനകത്തൊരാൾ മിസ്സിംഗ് ഉണ്ട്, നമ്മുടെ ഷോ ഡയറക്ടർ. അപ്പം ഒരു കാരണവശാലും വന്നിരിക്കൂല എന്ന് സാധിച്ചിട്ട് എൻ്റെ അടുത്ത് പലതവണ ഞാൻ വരില്ല. ഭയങ്കര പിടിവാശി. അല്ല, ഇതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രദീപ് സാറിനെ എന്നെയും വെച്ചിട്ടൊരു സാധനം പ്ലാൻ ചെയ്തു, പിന്നെ നമുക്ക് ഇവിടെ ചെയ്യാനാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു സംഭവം ചെയ്യാം എന്നൊരു പ്ലാനിട്ട് എന്തറിയാമോ, പ്രദീപ് സാർ അടക്കം ഇരുന്നിരുന്നുവെങ്കിൽ നമുക്ക് കുറേ കൂടെ ഒന്ന് ഉഷാറാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാൻ. പക്ഷേ ആ പുള്ളി ബുദ്ധിപൂർവ്വം കളിച്ചെന്നറിയാമോ, പുള്ളി ഒറ്റയ്ക്കുള്ള കളി കളിച്ചാൽ മതി, നിങ്ങൾ 4 പേരും കൂടെ ഒന്ന് ചെയ്തോളാം പറഞ്ഞെന്നുള്ള. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഇൻ്റർവ്യൂവിന് കുറച്ച് ധർമ്മസങ്കടമില്ലായിരുന്നു. ആദ്യം ഞാൻ ഇവർ 2 പേരും വെച്ച് ചെയ്യാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോഴാണ് സാബുചേട്ടൻ്റെ ഒരു തീരുമാനം. അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അവിടെ ഒരു ഉഷാറാണ്. അപ്പം അത് എനിക്ക് തോന്നി ഇപ്പം തന്നെ പ്രതിഭടനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇതിവിടെ കളറായനെ എന്ന് എനിക്ക് തോന്നി. ഇതിപ്പോൾ കളറിന് കുറവൊന്നുമില്ല. വേറെ വരുന്നുണ്ട്. നമ്മളിൽ രാജേഷ് ഭായി ആദ്യം ഇന്റർവ്യൂ നമ്മളിൽ വിനീത ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അബാക്ക് എന്നുള്ള ചാനലിന് വേണ്ടിയിട്ടായിരുന്നു ഇന്റർവ്യൂ. എങ്ങനെ വിനീത് എങ്ങനെയാണ് ഇങ്ങനെ ഇതിൽ വന്ന് പെട്ടത്? എന്നെ പ്രദീപ് സാറാ വിളിക്കുന്നത്, നമ്മുടെ പ്രൊഡ്യൂസർ സാറാ വിളിച്ച. ഒരു 2.5 വർഷം മുന്നേ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 10 എപ്പിസോഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ മറ്റേ ടീം ഉണ്ടായിരുന്ന ടൈമിൽ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് സാർ എന്നെ വിളിക്കുന്നതും ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നതും. അങ്ങനെ ഓൾറെഡി വിനീത നമ്മളെ അതാ ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് ഒരു 10 എപ്പിസോഡേ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇല്ല, 10 നല്ല എപ്പിസോഡുകളായിരുന്നു. നല്ല എപ്പിസോഡുകളായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രാങ്ക് ഷോയാണ്, നമ്മൾ ഇപ്പോൾ സീരിയൽ ചെയ്യുന്ന പോലെയൊന്നും അല്ലല്ലോ. അപ്പോൾ വന്ന് ചെയ്തപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിളിച്ചപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ സ്ഥിരമായിട്ട് സീരിയലാണോ ഉള്ളത് ഈ പ്രാങ്ക് ഷോ ആണോ? എനിക്ക് നമുക്ക് ലൈവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പ്രാങ്ക് ഷോ. ഇതെന്ന് വെച്ചാൽ ലൈവായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇതിൻ്റെ നമുക്കൊരു ഗുണമെന്ന് പറയുന്ന മൂവി ചെയ്യാൻ
ആണെങ്കിൽ മൂവി ചെയ്യാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൂവി എന്ന് പറയുന്ന ലൈവാണ്. മറ്റ് സീരിയൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇതാണല്ലോ. ആ ഒരു ഇതിന് സ്വാഭാവികമായിട്ടും ഈ കാണുന്ന സിനിമ ഡയറക്ടേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിനീതയെ കോൺടാക്ട് ചെയ്യണം. വിനീതയ്ക്ക് അത് ഭയങ്കര താല്പര്യം എന്നാണോ അല്ലേ? ലൈവായിട്ട് നിൽക്കാൻ പറ്റില്ല. സിനിമയിലാകുമ്പോൾ ഇത് കൂടെ ലൈവാകും. എന്തായാലും സിനിമയിലാവട്ടെ. ഞാൻ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം അടിയിലൊരു കമൻറ്റ് വെച്ചു. ഇപ്പം ഈ അടുത്ത കഴിഞ്ഞു. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ സിനിമയിൽ എത്തട്ടെ എന്നുള്ള രീതിയിൽ ഇപ്പൊ ലാസ്റ്റ് ഇന്റർവ്യൂ അതിൽ ഒത്തിരി കമന്റ്സ് അങ്ങനെ വരുന്നുണ്ട്. എനിക്ക് കോളും വന്നായിരുന്നു. സിനിമാ രംഗത്തുള്ള ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ സിനിമയിലേക്ക് വെള്ളിത്തിരയിലേക്ക് വരട്ടെ, കാണാൻ പറ്റട്ടെ എന്നാണ്. നല്ലൊരു ആത്മാർത്ഥമായ ആശംസയാണ്. താങ്ക് യു പറയാം. അത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. സോ മച്ച് നന്ദി ഇതുവരെ പറയും. പക്ഷേ നന്ദി പറയണമെന്നാണ് കേട്ടോ. പാറു എങ്ങനെയാണ് പാർവതി? ഞാൻ ഇതിൽ വന്നത് ഇപ്പോൾ വിനീത ചേച്ചി ആണ് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി മുഖാന്തരം പിന്നെ നമ്മുടെ ജാക്കി എന്ന് പറയുന്ന നിഖിൽ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്, അമൃത ചാനലിലെ അല്ലേ, ഇവർ രണ്ടുപേരും കൂടെയാണ് എന്നെ നമ്മുടെ പ്രദീപ് സാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. ഇനി നമ്മുടെ ഇതിൽ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തൽ ചെയ്യേണ്ട ഒരു വ്യക്തി കൂടെ അറിയില്ല. ചിന്നക്കട രാജു. പക്ഷെ ചിന്നക്കട രാജു ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു ആർട്ട് ഡയറക്ടർ അല്ലേ എല്ലാം ചെയ്തിട്ടതിന് ശേഷം പിന്നെയാണ് ഇതിലേക്ക് വരുന്നത് അല്ലേ. ഞാൻ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേ എനിക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കാര്യം ഈ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മളവിടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ആ വേർത്ത് കുളിച്ച് അങ്ങനെയാണ് വന്ന് കയറി നമ്മുടെ പാർട്ട് ചെയ്യുന്നത്. അത് എന്തായാലും വലിയൊരു അടിപൊളി. അത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മൾ സൂര്യ ടി വി മുതലേ ഉണ്ട് ഓൾറെഡി. ഗുരുമാലിൻ്റെ ഇത് മുതലേ ഉണ്ട്. അത് മേക്കപ്പ് സെക്ഷനാണ്, ഇടയ്ക്ക് ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുള്ള വിഷയമാണ്. ആ പുള്ളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, ആർട്ടിസ്റ്റ് ആവണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ ചുരുക്കം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞപ്പം ഇതിൽ എടുത്തു പറയത്തക്ക കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് മാറുകയും നമുക്ക് പകരം ആൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് സമയത്ത് നമ്മൾ പലരെയും നോക്കുമല്ലോ. ഇതുപോലെ ഒരാൾ നല്ല ജോയിൻ്റായിട്ട് നമ്മൾ നല്ല കോംബോ കിട്ടണം എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. പ്രദീപ് സാറിൻ്റെ സെലക്ഷനാണ് രജിത്ത് എന്ന് പറയുന്നത്. കാരണം രജിത്തിനെ അദ്ദേഹം രഹസ്യമായിട്ട് നമ്മൾ ആരും അറിയാതെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ നൈറ്റ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വിനീതയായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ വിനീത പാർവതിയെ കൊണ്ടുവന്നു. വീണ്ടും 2-3 ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും നമുക്ക് ബെറ്റർ തോന്നിയത് സാർ എടുത്തത് ഇതാണ്. ഞാൻ പറഞ്ഞു, സാബു നമുക്ക് രജിത്തിനെ പരീക്ഷിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ ആവുമല്ലോ. ഓക്കെയാണ്, പക്കയാണ്, നമുക്ക് നോക്കാം. ഉറപ്പാണ്, ആ പുള്ളിയുടെ ഉറപ്പാണ് രജിത്ത്. പക്ഷേ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എത്രയോ നാളുകളായി ഈ ഷോ ചെയ്യുന്നത് പോലെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫസ്റ്റ് എപ്പിസോഡ്. അതായത് രജിത്ത് ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആ എപ്പിസോഡ് ഡയറക്ടർ സാർ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇദ്ദേഹത്തിനെ വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അപ്പം അത് തെളിയിച്ചു അദ്ദേഹം. പക്ഷേ അന്നത്തെ എപ്പിസോഡിൽ അദ്ദേഹം തെളിയിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ രജിത്തില്ല. രജിത്ത് എന്ന് പറഞ്ഞ കലാകാരൻ ഇല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വരുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ രജിത്തിനാണ്. നമുക്ക് അസൂയൊന്നുമില്ല, ആ കാണണം. ഈ പ്രതിഭട്ടനെ കുറിച്ച് പറയുമ്പോൾ പ്രതിഭട്ടനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഡൗൺ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളൊന്ന് അപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം ഉള്ളിൽ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലി അറിയുന്നത് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. എന്നാലും അങ്ങ് എങ്ങനെയായിരുന്നു ആദ്യമായിട്ട്? അല്ല, ഞാൻ ഈ പറഞ്ഞില്ലേ ഗുരുമാര് തൊട്ട് ഇവരുടെ കൂടെ ഉണ്ട്. പല ജോലികളും ചെയ്ത് ചില വേഷങ്ങൾ ചെയ്ത് അങ്ങ് നടന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ഉമ്മായി കൂടി ഒന്ന് മാറിപ്പോയപ്പോൾ അപ്പോൾ ഉടനെ ഞാൻ ആർട്ട് ജോലിയായിട്ട് നടക്കുക. അപ്പം എൻ്റെ ഇപ്പോൾ സാധാരണ നമ്മൾ മീറ്റിംഗ് കൂടി ഇവരെയൊക്കെ പാർവതിയൊക്കെ സെലക്ഷൻ ചെയ്ത ഒരു സംഭവമൊക്കെ ഉണ്ടായി, ഗ്രൂപ്പ് ചെയ്തൊരു വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ ഇട്ട് ഷൂട്ട് വന്നപ്പോൾ എൻ്റെ കഥ പറഞ്ഞിട്ട് ഞാൻ സാധിച്ചു ഒരു ധരിക്കുക കഥ പറഞ്ഞിട്ട് പറഞ്ഞു ഈ വേഷം രജിത്ത് ചെയ്യണമെന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ കഥ കേട്ടപ്പോൾ ത്രൂ ഔട്ട് ചെയ്യാനുള്ള ഞാനാണ്. സ്ഥാപിച്ചിട്ട് ക്ലൈമാക്സേ ഉള്ളൂ. ഞാൻ ഒരാളിനെ ഇത്രയും സമയം കൊണ്ടിടക്കുള്ള ഞാനാണ്. അപ്പോൾ ഞാൻ സാറേ അത് ഞാൻ സാധിച്ചോട്ടാ ഇത് എങ്ങനെ, പക്ഷേ സാറും ഈ വേഷം ഞാൻ ചെയ്യണം. നീ ചെയ്യ് എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യ് നോക്കാം. അങ്ങനെ ചെയ്തതാണ് ആദ്യത്തെ എപ്പിസോഡ്. ഒരു മെയിൻ കഥാപാത്രമായിട്ട് ഇറങ്ങുന്നു. അവിടുന്ന് പ്രദീപ് സാറ് വിളിച്ചു, സാധിച്ചോണ്ട് എല്ലാം പ്രദീപ് സാർ എല്ലാ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ സാറിന് കേൾക്കും സാറേ ഇതെങ്ങനെ ഞാൻ ത്രൂ ഔട്ട് നിൽക്കാനുള്ള, അപ്പോൾ നീ ചെയ്യാൻ കുഴപ്പമില്ല എന്നോ. പിന്നെ സാധിച്ചോണ്ട് ഞാൻ സംസാരിച്ചു. എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഞാൻ ചെയ്തത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് ജനങ്ങൾക്ക് അപ്പുറം എന്നെ ഇങ്ങോട്ട് നീ അത് ചെയ്യുമെന്ന് പറഞ്ഞ പ്രദീപ് സാറിനും പിന്നെ സാവിച്ചെന്നൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറഞ്ഞപ്പോൾ അതിനേക്കാളും വലിയ സന്തോഷം പിന്നെ വേറെ ഒന്നും ഉണ്ടായില്ല.
പിന്നെ അതുകൊണ്ട് എന്ത് എന്നാലും ഒരു ധൈര്യം, അവർക്ക് രണ്ടുപേരും എനിക്ക് ധൈര്യം തരണം. അതുകൊണ്ട് ഇപ്പോഴും അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകണം. എന്തായാലും കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ആ ഒരു അച്ഛൻ്റെ ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി വരുമല്ലോ, മകള് കയറി. അത് വല്ലാത്തൊരു സംഭവം, ഭയങ്കര എപ്പിസോഡായിരുന്നു. അതിലൂടെയാണ് രാജേഷ് ഭായി ഈ ചിന്നക്കട രാജു എന്ന് പറയുന്നത്. ഇപ്പൊ രജിത്ത് എന്നുള്ള ഇത് നമ്മൾ കറക്റ്റായിട്ട് അതേതാണ്, അതിൽ ആരാണ് മറ്റേ ചിന്നക്കട രാജു, ഓ അവൻ ആ രീതിയിൽ പെട്ടെന്നത് അതിന് നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ചൊറിയും. ഇതൊരു മനുഷ്യനാണ്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങൾ ഇപ്പോഴും അനലൈസ് ചെയ്ത് നോക്കിയപ്പം ഈ ചിന്നക്കട രാജുവിന് മുമ്പ് വരെയുള്ള ഞങ്ങളുടെ എപ്പിസോഡുകളെല്ലാം തന്നെ 28-30 വയസ്സിന് മേലെയുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ നമുക്ക് പ്രേക്ഷകർ. പക്ഷേ അത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ എപ്പിസോഡുകളും 18 വയസ്സ് മുതൽ 28-നകത്തുള്ള കാണാത്ത ആൾക്കാർ വരെ ഇത് കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു, അതായത് നമ്മളെ വ്യൂവേഴ്സിന്റെ ഇത് കുറച്ചുകൂടെ വികസിച്ചു എന്നുള്ളതാണ്. അതൊരു ഭയങ്കര ഒരു ഭാഗ്യമാണ്. യൂത്തിനിടയിൽ കയറിയിട്ടുണ്ട്. കാര്യം മുന്നേയൊക്കെ ഞങ്ങളിപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ അറിയാമല്ലോ, അപ്പോൾ അവർ ആ ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിനെ വന്ന അഭിപ്രായങ്ങൾ പറയാറുള്ളത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഈ പിള്ളേർ സെറ്റ് ഇപ്പോൾ ലൊക്കേഷനിൽ ഞാൻ സീരിയലിൻ്റെ ഷൂട്ടിന് പോകുമ്പോൾ ആ ലൊക്കേഷൻ മിക്ക പിള്ളേരും കാണും, ആർട്ടിസ്റ്റ് ബേസിൽ എല്ലാവരും കാണും. പിന്നെ ഈ പറഞ്ഞോട്ട് ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, അജിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് അവർ ഒരു എപ്പിസോഡ് പോലെ അവർ നല്ല തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റുമാണ് ആ സാറ്, ഡയറക്ടറുമാണ്. പക്ഷെ ഈ ലാസ്റ്റ് എപ്പിസോഡ് വരെ ആൾ കണ്ടു. എന്നുവെച്ചാൽ ഇത് അവരിരുന്ന് കാണുന്നുണ്ട്, ടൈം എടുത്ത് കാണുന്നുണ്ട്. ഇത് ഇത്രയും പ്രേക്ഷകരിലേക്ക് എത്തി, പ്രേക്ഷകർക്ക് ഭയങ്കര താല്പര്യമാണ്, നിങ്ങളെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പുണ്ട്, ഒരു മുന്നൊരുക്കം ഉണ്ടല്ലോ. ഒരാളെ പ്രാങ്ക് ചെയ്യണം, നമ്മൾ ആദ്യം തുടക്കം പറഞ്ഞത് ഇതുപോലെയാണോ ആൾക്കാർ നിങ്ങളെ സമീപിക്കുന്നത്? ആദ്യം മെയിലായിരിക്കും നമ്മളെ ഓമേഗോഡ് prankshow@gmail.com അതിലോട്ട് മെയിലായിരിക്കും. ഈ മെയിലിൽ നിന്ന് നമ്മളൊരു വിങ് അത് സെലക്ട് ചെയ്യും ആരെയാണ് നമ്മൾ. അപ്പം നമ്മളിപ്പം ഈ അടുത്ത ഷെഡ്യൂള് പ്രദീപ് സാർ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ കൊട്ടാരക്കര, സപ്പോസ് കൊട്ടാരക്കര റൂട്ടാണെങ്കിൽ ആ കൊട്ടാരക്കരയിലുള്ള മെയിൽ മൊത്തം നോക്കാമെന്നുള്ളതാണ്. അപ്പം നമുക്ക് അവിടെ ഇപ്പോൾ കൊട്ടാരക്കര നമുക്കൊരു കൺട്രോളർ ഉണ്ടാവും, അതാണ് അൻരാജ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അനുസരിച്ച് ക്ലിയർ ചെയ്ത്, ഇപ്പം നമ്മൾ 4 എപ്പിസോഡാണ് എടുക്കുക, 4 എപ്പിസോഡിലുള്ള ഫാമിലീസ്, ആ ഫാമിലീസുമായിട്ട് നമ്മൾ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് മീറ്റിംഗ് കൂടിയിട്ട് അവരെ വീഡിയോ കോൺഫറൻസിട്ട് നമ്മൾ സംസാരിച്ചിട്ട് ഇപ്പം വൈഫിനെയാണ് പറ്റിക്കുന്നതെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ എല്ലാ ക്യാരക്ടറൈസേഷൻ മൊത്തം എടുക്കും. അവരുടെ മൊത്തം എടുത്താലേ നമുക്ക് അതനുസരിച്ച് ഡയറക്ടർ സാർ ഇരുന്ന് പ്ലാൻ ചെയ്ത് നമ്മളെ സജഷൻസ് സ്വീകരിച്ച് ഇപ്പം അങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ. പിന്നെ ഇപ്പോൾ ഒരു ത്രെഡ് വയ്ക്കും, ത്രെഡ് വെച്ചിട്ട് സ്ക്രിപ്റ്റ് ചെയ്യും. അതാണ് സത്യം. ഡയറക്ടർ ഒരു കണ്ടന്റ് പറഞ്ഞു, ഈ കണ്ടന്റ് പറഞ്ഞ സംഭവത്തിൽ നമ്മുടെ സജഷൻസ് ചോദിക്കും. പുള്ളി തനിപ്പിടിയല്ല, മറ്റേ ഏറ്റവും വലിയ നമ്മളെ കേൾക്കാനുള്ള മനസ്സാണ്. അപ്പം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് പലയിടങ്ങളിലും പറ്റുന്നത് കേൾക്കാൻ ആളില്ല, അവർക്ക് പറയാനുള്ളത് പറയുന്നു പോകുന്നു എന്നുള്ളതല്ല. ഇത് നമ്മൾ പറയുന്ന ആ കണ്ടന്റിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സാബു എന്താണ് അതിങ്ങനെയാണ്, ഓക്കെ അത് നോക്കാം, ഇത് എന്താണ്, ഓരോരുത്തരും ചോദിച്ചിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഏറ്റവും നല്ലതിനെ എടുത്ത് നമ്മൾ എന്നിട്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. പിന്നെ നമ്മൾ അങ്ങ് പോയി ഡേറ്റ് ഫിക്സ് ചെയ്ത് അവിടെ പോയി തങ്ങി, എത്രയോ പ്രോസസ്സുണ്ട് ഈ സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ആൾക്കാർ കാണുമ്പം ഇത്രയും ഒരു അരമണിക്കൂർ 20 മിനിറ്റിലോ എപ്പിസോഡ്, പക്ഷെ അതിൻ്റെ തയ്യാറെടുപ്പ് ഒരുപാട്. അത് എന്തെന്നറിയോ, ഇപ്പോൾ ഒന്ന് നമ്മുടെ ഓമൈഗോഡിൻ്റെ ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഇപ്പോഴത്തെ ചൂടറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്. ഇവർ ഹൈഡ് ചെയ്താണ്, ക്യാമറ സെക്ഷൻ ടെക്നിക്കൽ സൈഡ് എല്ലാവരും ഹൈഡിങ് ആണ്. അവർ ഹൈഡ് ചെയ്ത് ഈ ബ്ലാക്ക് ടാർപ്പേരെ ഉള്ളിനകത്തിരുന്ന് ആ ഒരു 1.5-2 ചിലപ്പോൾ അത് 2.5 മണിക്കൂർ അത് പോകുന്ന അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് വരെ പോകുന്ന ടൈം വരെ അവർക്കൊന്ന് ശ്വാസം വിടാനോ ഒന്ന് ചുമയ്ക്കാനോ വെള്ളം കുടിക്കാൻ പോലും ടൈമില്ല. അവരതിനുള്ളിലാണ്, നമ്മുടെ ഡയറക്ടർ സാറായാലും എല്ലാവരും അതിനുള്ളിലാണ്. അത്രയും റിസ്ക് എടുത്താൽ, മറ്റേന്ന് വെച്ചാൽ ചൂടാണെങ്കിൽ അവർ ഓപ്പൺ പ്ലേസിലാണ് നിൽക്കുന്നത്, അത്രയും റിസ്ക്കാണ് ഇതിനെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പല ഇതായിട്ടായിരിക്കും, ചിലത് അടി കിട്ടുന്നതുണ്ട്, അടി കിട്ടാത്തതുണ്ട്. അപ്പോൾ അത് ചോദിച്ചു വാങ്ങിക്കൂട്ടിയ ആൾക്കാരാണെന്നറിയാം. നിങ്ങൾക്ക് ഇതൊക്കെ ഇത്രയും റിസ്ക് ആണെന്നറിയാം. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടി, അതിൻ്റെ മുന്നിലത്തെ എപ്പിസോഡിലും കിട്ടി, ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലും കിട്ടാൻ സാധ്യതയുണ്ടെന്നൊരു പേടിയുണ്ടാവും. സാധ്യതയില്ല. ഇപ്പൊ ഡേറ്റ് എടുക്കുമ്പോഴേ എനിക്കിപ്പോ പേടിയാണ്, അടി കിട്ടുമെന്ന കാര്യം ഇത് പറയുമ്പോ തന്നെ ഈ സൈഡ് വേദനിക്കും. ഇവിടെ ആയിരുന്നു കണ്ടിന്യൂസ് അടി. അതിനുമ്പ് ഒരു കടി കിട്ടി. കടി കിട്ടി. പിന്നെ പാറുവിന് എനിക്ക് തലയില് മുടി കുത്തിപ്പിടിച്ച് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അടിയും കിട്ടിയിട്ടുണ്ട്. ഈ സ്ത്രീ
സ്ത്രീകളെ മർദ്ദിക്കാൻ സ്ത്രീകൾ തന്നെ വരൂ, അതാ നിൽക്കുന്ന എല്ലാവരും വന്ന് മർദ്ദിക്കും. സ്ത്രീകൾ തന്നെയാണ് മർദ്ദിക്കുന്നത്. അതാണ് ഏറ്റവും മർദ്ദിപ്പ്. അതെ, സ്ത്രീകളാണോ മർദ്ദിക്കുന്നത്? അതാണ് സഹിക്കാൻ വയ്യാത്ത. അവരിത്തിരി ലോല ഹൃദയ. അവർക്ക് ആണായാലും പെണ്ണായാലും അടിക്കാം. നമുക്ക് ആണുങ്ങൾക്കാണെങ്കിലേ പെൺപിള്ളേർ അടിക്കാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് അവർക്ക് ആണുങ്ങൾ വല്ലതും കൈവയ്ക്കും. ഇതിൽ ഏറ്റവും എസ്കേപ്പ് ആവുന്നത് ഞാനാണ് കേട്ടോ. വെറുതെ ലാസ്റ്റ് ടൈമിൽ എല്ലാവരുടെയും ഇതാണ്. എനിക്ക് അറിയാമോ, എൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം അടി ഇവിടെ എത്തും എന്നറിയുമ്പോൾ ഞാൻ ഇവിടെ എത്തും. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ വന്ന് ഇത്രയും കറങ്ങി വരുന്നതിനകത്ത് ഇവരെല്ലാം കൂടെ പോക്കിയ സംഭവം കഴിഞ്ഞിരിക്കും. പാവപ്പെട്ടവരെല്ലാവരും പിടിച്ചതിന് ശേഷം ഞാൻ എത്താറുള്ളൂ. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ അടി കിട്ടുന്ന ഒരു സംഭവമാണ്. കിട്ടുമെന്ന് അറിയാം. സാവിച്ചേട്ടാ നമ്മളെ ഇട്ട് കൊടുക്കും അങ്ങോട്ടും അങ്ങോട്ടും. നമ്മൾ ചെന്ന് പെട്ടിട്ട് അടി മേടിക്കും. പക്ഷെ ഇപ്പോഴത്തെ അതായത് ഒരാളിനെ തിരിക്കി മിണ്ടാതിരിക്കുന്ന ആളിനെ അയ്യോ പാവം കരയുന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പോകും. ആ പരുവത്തിൽ ആക്കി വെച്ച് എനിക്കറിയാം. അങ്ങനെ തിരിക്കി വെക്കുന്ന മുഖേന അത് എത്രത്തോളം തിരിക്കും അതിന്റെ ആക്കം ഇവിടെ അടിയിലാണ് ഇവർ കിട്ടുന്നത്. എനിക്കറിയാം. ഞാൻ പലപ്പോഴും എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ശകുനിയുടെ പണി ഇവിടെ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ എനിക്ക് പിന്നെ അതിലൊരു ഒരു ഒരു ഭയങ്കര ഡേഞ്ചറാക്കി എനിക്ക് തോന്നിയൊരു കാര്യം, നിങ്ങളിപ്പോൾ ചിരിച്ചു കളിച്ചു സംസാരിച്ചു, ഒക്കെ ഈ കൈ കിട്ടുന്ന വാക്കത്തിയാണോ, ഇല്ലെങ്കിൽ കൈ കിട്ടുന്ന ആയുധം കല്ലാവാം, എന്തു ആവാം, ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ചോദ്യമാണ്. കാരണം ഇതിന്റെ അല്ല, നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷൂട്ടിൽ, ഏതോ ഒരു ഷൂട്ടിലാണെന്ന് തോന്നുന്നു, വാക്കത്തി എടുത്തിട്ടുണ്ട്. വാക്കത്തി എടുത്ത് നമ്മളെ 4 പേരെയും വീട് മാറിപ്പോയി പത്തനംതിട്ട വെച്ച്. എന്നുവെച്ചാൽ ബാക്കിലെ ഓട്ടിക്കുകയാണ്, വെട്ടും അവര്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് പെട്ടെന്നത് മനസ്സിലാവാത്ത അവരെ കൊണ്ടുവരുന്ന ടീമുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കുറേ സമയം എടുക്കും അതിന് റിക്കവർ ആയിട്ട് എടുക്കാൻ. 2, ഇതിന് നമുക്ക് എന്ത് സംഭവിക്കാം, നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. ഈ പ്രോഗ്രാമിന് ഒരു ഗ്യാരണ്ടി ഇല്ല. അതേസമയം അവര് നമ്മളെ ക്യാരക്ടറായിട്ടാണ് കാണുന്നത്, നമ്മളെ ആൾക്കാരായിട്ടാണ്. നമുക്കറിയാം നമ്മൾ ക്യാരക്ടറാണ്, അതായത് നമ്മളെ ആ ആളായിട്ടാണ് അവര് കാണുന്നത്. അപ്പോൾ അവന് നമ്മളെ ഇപ്പം സഹോദരനെ വെട്ടിക്കൊല്ലാനായിട്ട് ഞങ്ങൾ 4 പേര് നിൽക്കുകയാണെങ്കിൽ അവന് രക്ഷ എന്ന് പറഞ്ഞാൽ അവന് സഹോദരൻ രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ അടിച്ചിട്ടേ പറ്റുള്ളൂ. അവനെ കൈ കിട്ടുന്ന എന്തും എടുത്തടിക്കും. അത് അഭിനയമാണെന്ന് അറിഞ്ഞിരുന്നാൽ അവൻ തൊടൂല. പക്ഷെ ഇത് അഭിനയം അറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുപോയാലേ ഈ ഷോയും വിജയിക്കുള്ളൂ. ഒരു 20 മിനിറ്റ് ചിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഡയറക്ടർ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. റൂട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പുള്ളി അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ റൂട്ട് നമുക്ക് വേറെ റൂട്ടിലോട്ട് പിടിക്കാം. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത കണ്ടന്റ് മാറി വേറെ ഇതിലോട്ട് പോയി വേറെ റൂട്ട് പോകും. അപ്പോൾ ആ റൂട്ട് അനുസരിച്ച് നമുക്ക് നിർദ്ദേശം തന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ്, അങ്ങനെ പോകാം. അപ്പോൾ അതിങ്ങനെ അത് ചെയ്യണം, ഇത് നോക്കണം, ഇതെല്ലാം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അത് വേറൊരു കാര്യം എന്ന് വെച്ചാലേ, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം 4 പേരാണ് അതിൽ നമ്മൾ ആങ്കർ ചെയ്യുന്നത്. ഈ 4 പേര് ഒരേ മനസ്സോടുകൂടി നിൽക്കുന്നതുകൊണ്ടാണ് ആ റൂട്ട് അങ്ങനെ കറക്റ്റ് പോകുന്നത്. മനസ്സിലായോ? ഇല്ല അവിടെ എന്തെങ്കിലും ഈഗോയോ അങ്ങനെ ഒരു സാധനം വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ അത് പോകത്തില്ല. ക്ലാഷ് വരില്ലേ? ക്ലാഷ്. ഇത് നമുക്ക് 4 പേർക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഒരാൾ നിർത്തുന്ന അവിടെ നിന്ന് നമുക്ക് തുടങ്ങണമെന്നും അത് ഒരാളുടെ ഓരോ ലുക്കിലോ എന്തെങ്കിലും ഒരു ഇത് തന്നാൽ മതി, നമുക്ക് മനസ്സിലാവും അതിനായിട്ടാണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനാണ്. അതായത് ഇപ്പം ആ ആളിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പം വിനീത എടുത്ത് വേറൊരാൾ നോക്കി ഇരിക്കുന്ന സമയത്ത് പതുക്കെ നമ്മൾ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് കാണിക്കുക, ചിലപ്പോൾ ഇങ്ങനെ ആക്ഷൻ കാണിക്കുക. ഇതെല്ലാം ഞാൻ പറഞ്ഞത് മറ്റേ കൂട്ടത്തിൽ ഇതും കൂടെ ശ്രദ്ധിക്കണം. 4 പേരും കറക്റ്റ് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പണിപാടും. തീർച്ചയായിട്ടും. അല്ലേ, ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങളൊരു പോലീസിൻ്റെയോ രഹസ്യാന്വേഷണ വിഭാഗത്തിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ അല്ല, എന്താണെന്നറിയാം, അത്രയും കണ്ണിങ് ആയിട്ട് ഒരു വിഷയത്തിനെ കൈകാര്യം ചെയ്യുന്നു. ജീവൻ മരണ പോരാട്ടം. അവിടെ നിങ്ങൾക്ക് അന്ന് എത്ര അടി കിട്ടി കാണും രജിജിക്ക്? എണ്ണാൻ പറ്റില്ല. 2 പേർക്കും കിട്ടിയ അടി എണ്ണാൻ പറ്റില്ല. നമുക്കൊന്നും എണ്ണാൻ പറ്റൂ. അവരെ മാനസികാവസ്ഥ അടിക്കുക കൊണ്ടേ പറ്റൂ. അത് അന്ന് ലാസ്റ്റ് 500 എപ്പിസോഡിൽ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ചിരിക്കുന്നെങ്കിലേ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര നമുക്ക് എന്തോ മാനസികമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങ് തകർന്നു പോയി. ഞാൻ മൊത്തത്തിൽ അങ്ങ് തകർന്ന് റിലേ പോയെന്ന് വെച്ചാൽ ഫസ്റ്റ് അവർ സംസാര രീതികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, ഹർട്ട് ചെയ്തു. നമ്മൾ ഒരുപാട് പ്രാങ്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്. എങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഒത്തിരി ഹർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ മെൻ്റലി ഡൗൺ ആയിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം ആൾ വന്ന് ലോക്കിട്ട് കഴുത്തിൽ പിടിച്ച് നോർമലി ഉള്ള പിടിയല്ലായിരുന്നു, വന്ന് ഈ വിരൽ വെച്ച് അങ്ങ് ലോക്ക് ചെയ്ത്
ലോക്ക് ചെയ്ത് 21 വയസ്സായ കൊച്ചിനെയാണ് ആണ് അത് സ്വാഭാവികമായിട്ടും ഒരമ്മ അങ്ങനെ അമ്മയുടെ ഒരു പ്രതികരിക്കട്ടെ. പ്രതികരണം പക്ഷെ പല രീതിയിലുണ്ട്, പല ടൈപ്പുണ്ട്. ചിലർ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരായിരിക്കും. മനുഷ്യർ പല ടൈപ്പിലില്ല. അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയാലിറ്റി ആണ്, റിയലാണ്. മറ്റേ ഇത് റീൽസ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതുപോലെ പ്രതികരിച്ച് ചിലർ ചിലപ്പോൾ ഇമോഷണലി ഡൗൺ ആയി പോവുമായിരിക്കും. അങ്ങനെ ഭയങ്കര കാര്യത്തില്ല. ഇതിന്റെ മുമ്പ് വിനീതയ്ക്ക് അന്ന് വർക്കുണ്ടായിരുന്നു. നമ്മൾ മീറ്റിംഗ് ഈ 5ാമത്തെ എപ്പിസോഡ് 8 നടക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് വന്നിട്ട് ഡയറക്ടർ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഈ 5ാമത്തെ എപ്പിസോഡ് 8 ചെയ്തുകൊണ്ടിരുന്നപ്പം ഇവർ ഓടി പോവാണ്, ഓരോരുത്തട്ട് ഓടി പോവാണ്. അപ്പോഴാ എഡിറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ അവിടെ വന്നിട്ട് പ്രതീക്ഷ പറഞ്ഞ് ബാക്കിയുള്ള ഈ നമുക്ക് ഓഡിയോ കീപ്പ് ചെയ്യാന്നുള്ളത്. കാരണം ഈ പ്രാങ്ക് ചെയ്യിപ്പിക്കുന്ന ആളിൻ്റെ കയ്യിൽ ഓഡിയോ ഇല്ല, ലേപ്പലില്ലല്ലോ. അത് പാറു കറക്റ്റായി ചെന്ന് ലേപ്പൽ കാരണം ഇവർ ഓടി പോവാണ്. ഇവർക്ക് രണ്ടുപേരും അവരടുത്ത് പോയി അടി പറ്റിക്കും. ഞാൻ വന്നിട്ടില്ല. മറ്റേ സാധാരണ ഈ റൂട്ടൊക്കെ ഞാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്കിൽ ചെന്ന്. ആ പാറു കൃത്യമായിട്ട് ചെന്ന് അവരെ ഓഡിയോ കീപ്പ് ചെയ്ത് ക്യാമറയും അതേപോലെ പോയി. ഇല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ആകെ ഇതാവുന്നില്ല. ഓപ്പൺ പ്ലേസ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, കിടന്ന് ഓടാണ്. അപ്പം പുള്ളി വന്ന് പറഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതായിരുന്നു അവസ്ഥ. പക്ഷേ അന്ന് ആ ഓഡിയോ കറക്റ്റ് പാറുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഈ ഇത്രയും ഗംഭീരമായ ഒരു എപ്പിസോഡ് അട്ടർ ഫ്ലോപ്പായി പോകാൻ. കാരണം അവര് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ രേത്തേട്ടനോ ചേച്ചിക്കോ അടുക്കാൻ പറ്റില്ല, അടുത്ത ആടിയാണ്. ഇതിന്റെ എനിക്ക് ഞാൻ മാക്സിമം ഞാൻ അവരെ അടുത്തോട്ട് പോകുന്നുണ്ട്. ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ നീ മാറ് അടിക്കാനുള്ള ഒരു ഇത് അടിയല്ല. ആ സമയത്തൊക്കെ അവര് പറയുന്ന വേർഡുകൾ എന്ന് പറഞ്ഞാല് അത്രയ്ക്ക് ഹേർട്ട് ചെയ്യുന്ന വേർഡുകളാണ്, അതിലാണ് ഡിമ്മായി പോയത്. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ വരാം. അതെന്തോ സബ്ജക്റ്റ്, അത് സംഭവം ഇത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് ഇല്ലേ, അത് ഒരു വല്ലാത്തൊരു ഇതാണ്. ആ ഈ സബ്ജക്റ്റ് ബേസാണ് അവർ ഒരു അമ്മ സഹിക്കൂല. കാരണം അമ്മയുടെ അതേ പ്രായമുള്ള ഒരു സ്ത്രീയെ 21 വയസ്സേ മോൻ വിളിച്ചോന്ന് പറയുമ്പോൾ അത് സഹിക്കൂല. അപ്പോൾ അവരെ എന്ത് റിയാക്ഷൻ പ്രതീക്ഷിക്കാം. എന്നെ കല്ലോട് ഞാൻ ഓടിക്കളഞ്ഞു. കാരണം നമുക്ക് അടിയാൻ നിന്ന് വാങ്ങാം. ഒരു കരിങ്കല്ല് കയ്യിലെടുത്ത് ഞാൻ ഒരു വീട്ടിൽ സാരി കൂടെ ഓടിക്കളഞ്ഞു. അവര് എങ്ങനെയും പ്രതികരിക്കാം. അവിടെ എന്ന് വെച്ചാൽ ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് കട്ടാള് ചെടിച്ചട്ടി ഇതെല്ലാം ഉണ്ട്. ഇതെടുത്ത് എന്ന് വെച്ചാൽ ഒരു അടി പോലും നമുക്ക് ആർക്കും തടയാൻ പറ്റുന്നില്ല. അങ്ങ് ചെന്നാ പിന്നെ അടിക്കുവാണ്. പിന്നെ ഞാൻ അവിടെ അങ്ങ് ഇരുന്നിട്ട് ഞാൻ വെച്ചാൽ ഞാൻ അവിടെ വന്നിട്ട് ഈ അടി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നോക്കിയപ്പം ഓടിയുടെ ഹെഡ് അവിടെ നിൽക്കുന്നു. അവര് പോയാ. അതുപോലെ ഇതില് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഇതെല്ലാം കഴിഞ്ഞു, ഓ മൈ ഗോഡ് ആണ്, പ്രാങ്ക് ഷോ ആണ് എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് പോലും ഇവർക്ക് ചേച്ചിയോടുള്ള ദേഷ്യം തീരുന്നില്ല. അവർക്ക് കാരണം റിലേ പോയി അവരുടെ മൈൻഡേ നമ്മളെ ഏറ്റവും വലിയ വിജയരാശി. അത് ചേച്ചി അടി കൊണ്ടിട്ട് വല്ലാണ്ടിരിക്കുകയാണ്. എന്നിട്ടും ചേച്ചിക്ക് ഇവരെടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ചേച്ചിയായിട്ട് ഓക്കെ ആക്കണമല്ലോ. ഇവർക്ക് ചേച്ചിയെ കാണുമ്പോ ദേഷ്യം. ഞാൻ തോന്നിയില്ലെന്നറിയോ, ഞാൻ അങ്ങ് മാറിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാല് സാറ് പ്രദീപ് സാർ എന്ന് പറഞ്ഞു, സാറിനെ ഇടിച്ചു. ഇവരെ മൈൻഡിൽ എന്താണെന്നറിയോ, അനുവേലപ്പനും കിട്ടി നമ്മുടെ ഇവിടുത്തെ. അപ്പോ സംഭവം ഈ ക്യാമറ പുറത്ത് ചാടിയപ്പോ ഇവരെ മനസ്സിൽ ഇങ്ങനെ 21 വയസ്സായ ഒരു പയ്യൻ, 38-39 വയസ്സായ ഒരു സ്ത്രീ കല്യാണം കഴിച്ച് ലോക്കൽ ചാനലുകളിൽ വന്ന് ഇത് കവറപ്പ് ചെയ്യാണ്. നാട്ടുകാരാണ്ട് അറിഞ്ഞ് ഇങ്ങനെ വന്ന് അപ്പൊ ഇങ്ങനെ ഭയങ്കര നാണക്കേട് ന്യൂസായി. ഇതാണ് ആളിന്റെ മൈൻഡില്, മറ്റൊന്നും ആളിന്റെ മനസ്സിലോട്ട് കേറുന്നില്ല. പ്രാങ്ക് ഷോ അതായിരുന്നു അവിടെ. എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കണ്ടമാന ഇത് അടി വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യം പോലെ. ഞാൻ പറഞ്ഞത് അടി കിട്ടാതെ മാക്സിമം നോക്കും. പക്ഷെ കിട്ടിയിട്ടുള്ള എപ്പിസോഡുകൾ ഗംഭീര എപ്പിസോഡുകളാണ്. അതായത് അടിച്ചെന്നെ എന്നെ കൊല്ലുമായിരുന്നു. മൂവാറ്റുപുഴ എപ്പിസോഡിലൊക്കെ എന്നെ കൊന്നുകളെ. അതായത് ചാക്കെട്ടിനകത്ത് കുറച്ച് സാധനങ്ങളാണ്, ഇത് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ഒരു ആട്ടോ പിടിച്ചിട്ട് അതിനകത്ത് കയറ്റി വെച്ചിട്ട് അന്ന് രേത്തുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ ഇതാ വരുന്നത് 2 സെക്കൻഡ് എന്ന് പറഞ്ഞ് പോയി. അപ്പോഴത്തേക്ക് ആൾ വരെയാണ് ഈ ചാക്കിട്ട് വന്ന് ഒരു സ്ത്രീയെ കൊന്നിട്ടിരിക്കുക. ഇവൻ കൊലക്കാരനായല്ലോ. പോലീസ് വരും നില്ലടാന്ന് പറഞ്ഞ് ഇവൻ വരട്ടി നിൽക്കുന്ന സമയം ഞാൻ സൈഡ് പോകാൻ അറിഞ്ഞിടാത്ത പോലെ പോകും. ഇവനുണ്ടല്ലോ എന്നെ ആ സമയം നമ്മളെ ആള് പിടിച്ചില്ലായിരുന്നുണ്ടെങ്കിലല്ലോ എത്ര പേര് തീർച്ചയായും. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഇത്തരം സാഹചര്യം വരുന്ന സമയത്ത് വീട്ടുകാർ ഓർമ്മ വരുന്ന ദൈവമേ എന്ന് വിളിക്കുന്നതോടൊപ്പം വീട്ടുകാരെ എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്നും മോനെ കാണണമെന്നും ഒക്കെ നമ്മുടെ കുടുംബത്തെ ഭാര്യയെ കാണണമെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന എന്താണെന്നറിയാമോ, എന്താണ് അടുത്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടത്തുണ്ടാകും. അപ്പം നിങ്ങൾ ഒരു സീരിയൽ ചെയ്യുകയോ സിനിമ ചെയ്യുകയോ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുകയാണെങ്കിൽ അടുത്തത് എന്താണെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലാണ്. ക്രിയേറ്റ് ചെയ്യുന്ന സാധനം പറഞ്ഞാൽ കട്ടാണ്. ഇവിടെ കട്ടില്ലല്ലോ. ആക്ഷനും സത്യം പറഞ്ഞില്ല. നമ്മൾ പ്രാങ്കായിട്ട് ആള് വന്നു കഴിഞ്ഞാൽ അവിടെ മുതലാണ് ആക്ഷൻ. എപ്പോൾ പൈൻ്റ് പാകുന്നോ അവിടെയാണ് കട്ട്.
എടാ പിന്നെ വേറെ ആർക്കും ഒന്നും ഇടപെടാൻ പറ്റൂല. ക്യാമറമാൻ ഹലോ ഒന്നും മാറി നിൽക്കണേ, നമുക്ക് നിങ്ങൾ മാസ്ക് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ അവര് ഉപദ്രവിച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് കൊണ്ടേ പറ്റൂ. കൊള്ളാനേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ.